ഇസ്രായേലിന് നേരെ ഇറാനും ഇറാന് നേരെ ഇസ്രായേലും മിസൈലുകൾ തൊടുത്തുവിട്ടതിൽ വരെ കാര്യങ്ങളെത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇറാനെ ഇസ്രായേലിന് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമാണ്. അത്തരമൊരു പിന്തുണ അമേരിക്ക ഇസ്രായേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെടും. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്നത്. അതായത് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തം. മാത്രമല്ല, ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കും. ഇതും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇസ്ലാം മത വിശ്വാസികളുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ പോരാടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് ലോകത്തെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മത വിശ്വാസികളും കരുതുന്നത്. ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്കയുമായോ ഇസ്രായേലുമായോ ഇറാൻ തയ്യാറായിട്ടില്ല. ഗാസ, ലെബനൻ, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നാളെ ഇറാനെയും ആക്രമിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇറാൻ അവരുടെ ആയുധക്കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.